ഹായ്. അരുൺ ഡി ജോസ് രചനയും സംവിധാനവും ചെയ്ത് 2025 ഫെബ്രുവരി 14 പുറത്തിറങ്ങിയ ഒരു കോമഡി ത്രില്ലർ ചിത്രത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ചിത്രത്തിന്റെ പേര് ബ്രോമാൻസ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ ചിത്രത്തിൽ അർജുൻ അശോകൻ, മാത്യു തോമസ്, സംഗീത് പ്രതാപ്, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, കലാഭവൻ ഷാജോൻ, ഭരത് ബൊപ്പണ്ണ എന്നിവരൊക്കെ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയുടെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സിനിമയുടെ മറ്റുള്ള ഭാഗങ്ങളെ കുറിച്ചൊക്കെ പറയുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ നമ്മുടെ യൂട്യൂബിൽ ലൈവ് പോവാറുണ്ട്. അപ്പൊ ലൈവ് പോകുന്ന സമയത്ത് നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകൾ വന്നിട്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്താമോ, അല്ലെങ്കിൽ അവരുടെ അതായത് എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സിൻ്റെ പേരുകൾ, ആ സമയത്തുണ്ടായിരുന്ന പേരുകൾ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ പേര് വരുന്നത്, ഒന്ന് വിനോദ് മാത്യു എന്നാണ് ഫുൾ നെയിം വരുന്നത്. പിന്നെ ആബേൽ ബ്രോ ഉണ്ട്, പിന്നെ ലച്ചു അമ്പോറ്റി, ക്രിസ്റ്റി, പിന്നെ നമ്മുടെ അനുരാഗ്, പിന്നെ 2-3 പേരിൽ ഒരു പയ്യൻ വരാറുണ്ട്. അവൻ്റെ പേര് നല്ല രസമാണ്. പല പേരിലൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ അള്ളാഹു അക്ബർ അങ്ങനത്തെ ഒരു പേരിൽ വന്നിട്ടുണ്ട്. പിന്നെ അപ്പി ബിജു പറഞ്ഞൊരു പേരിൽ വന്നിട്ടുണ്ട്. അവന് എന്നെ പേരിൽ നിന്നൊന്നുമില്ല, എല്ലാ പേരിലും അവൻ വരാറുണ്ട്. പിന്നെ അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സോദി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. അങ്ങനെ 1-2 ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഞാനൊന്ന് നോട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നതായിരിക്കും. ആരും വിഷമിക്കരുത്. എനിക്കിപ്പോ ഓർമ്മ വന്ന ആൾക്കാരുടെ പേരുകളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് സിനിമയെ പറ്റി പറയാം. ഈ സിനിമ ഏകദേശം 2.5 മണിക്കൂർ സിനിമയുണ്ട്. ഈ സിനിമയിൽ പ്രത്യേകിച്ചൊരു കഥ എന്ന് പറയുന്നതൊന്നും ഇല്ല. ഇതിൽ പറയുന്ന ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാത്യുവിന്റെ ഇതിലെ കഥാപാത്രത്തിന്റെ പേര് ജിൻഡോ, അവന്റെ ചേട്ടന്റെ കഥാപാത്രത്തിന്റെ പേര് സിൻഡോ. അപ്പോ സിൻഡോനെ ഒരു ദിവസം കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ അശോകൻ ഇവനെ എറണാകുളത്തോട്ട് വിളിച്ചു വരുത്തുന്നു. പിന്നെ ഇവന് വേണ്ടി ഇവിടെ എല്ലാവരും തെരഞ്ഞു പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഹാക്കർ ഉണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ജിൻഡോന്റെ, അതായത് മാത്യുവിന്റെ ചേട്ടൻ പ്രണയിച്ച ആദ്യത്തെ ഒരു കഥാപാത്രം ഉണ്ട്. അതിന്റെ പേരാണ് മഹിമ. നമ്മുടെ ഷബീർ എന്നാണ് നമ്മുടെ അർജുൻ അശോകന്റെ പേര്. അങ്ങനെ അവിടുത്തെ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മുടെ പപ്പുവിന്റെ മകൻ അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഒരു പണി നമ്മുടെ മാത്യു കൊടുക്കുന്നുണ്ട്. അതിനൊരു തിരിച്ചു പണിയും അദ്ദേഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ചില ഭാഗങ്ങൾ മാത്രമൊക്കെയാണ് ഈ സിനിമയിൽ കുറച്ച് എടുത്ത് പറയാൻ വേണ്ടി മാത്രമുള്ളത്. പിന്നെ നമ്മുടെ കലാഭവൻ ഷാജോന്റെ ഒരു എൻട്രി ഉണ്ട്. ആ സിനിമ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പടം ചുമ്മാ അങ്ങനെ ഒരു ഓളത്തിൽ ഇങ്ങനെ പോകുന്ന പോലെ ഒരു യാത്ര, അതായത് ഇവൻ ഇന്ന സ്ഥലത്തുണ്ടെന്നുള്ളത്, അതായത് ഇവന്റെ ചേട്ടൻ ഇന്ന സ്ഥലത്തുണ്ട് എന്നുള്ളത് ഇവര് കണ്ടുപിടിക്കുന്നു. അവിടെ പോയി നമ്മളെ കുബേരനിലൊക്കെ ഉള്ള പോലെ, കുബേരനിലെ കൊടുകില്ലേ, അതുപോലുള്ള കൊടുക് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഇവനെ കണ്ടുപിടിക്കുകയും പിന്നെ അവിടെയുള്ള ആൾക്കാരുമായിട്ടൊരു ഫൈറ്റ്. അത് ഭയങ്കര ഫൈറ്റ്, നല്ലൊരു കോമഡി ഫൈറ്റ് പോലത്തെ ഒരു രീതി. പിന്നെ തേനീച്ച കൊണ്ടുള്ള കുറച്ച് അക്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പടം അവസാനിപ്പിച്ച് പോകുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഒരുപാട് ചിരിക്കാനോ കാര്യങ്ങളൊന്നും ഇല്ല. പലരും നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല രീതിയിലും നമ്മളെ എന്താ പറയാ, ചിരി വരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നല്ലാതെ നമുക്കൊരു ആത്മാർത്ഥമായിട്ടൊന്ന് ചിരിക്കേണ്ട ഒരു സീക്വൻസോ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ വന്നിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിൽ നല്ലതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നിയത് കുറച്ച് പോരായ്മകളാണ്. അപ്പോൾ ഇതിൽ ചുമ്മാ ഒരു ബ്രോമാൻസ്, അതായത് ബ്രോമാൻസ് എന്നുള്ള പേരിനനുസരിച്ചിട്ടുള്ള ഒരു പടമാക്കി എടുത്തു അവസാനിപ്പിച്ചു എന്നുള്ളത് മാത്രമായിട്ടാണ് എനിക്ക് പറയാൻ തോന്നുള്ളൂ. ആ പേര് എന്ന് പറഞ്ഞാൽ, നമ്മുടെ മാത്യുവിന്റെ കഥാപാത്രം അവന്റെ ചേട്ടനെ കണ്ടെത്തുന്നു, അവന്റെ ചേട്ടനുമായിട്ട് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയാണ്, എന്നുള്ളൊരു സംഭവത്തിൽ പടം അവസാനിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. പടം 2.5 മണിക്കൂറുണ്ട്. ചില ഭാഗം ഭയങ്കര ബോറടി ആയിട്ട് തോന്നും. പിന്നെ കണ്ടിങ്ങനെ ഇരുന്നു എന്നുള്ളത് മാത്രമാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്തത്, അല്ലെങ്കിൽ ഇഷ്ടമായോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ പറഞ്ഞത്. മറ്റുള്ളവർക്ക് എങ്ങനെയാന്നുള്ളത് എനിക്കറിയില്ല. മറ്റുള്ളവർ എങ്ങനെയാണ് ഈ സിനിമ കണ്ടതെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഞാൻ പറഞ്ഞതിനോടുള്ള അഭിപ്രായം തന്നെയാണോ, എന്താണെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ ഏതെങ്കിലും ഫ്രണ്ട്സുകളുടെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അവരുടെ എല്ലാവരുടെയും പേരും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.